അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. നമ്മുടെ ജീവിതം ഒരു നൂൽപ്പാലാണ്. അതിൽ സങ്കടങ്ങളുണ്ട്, നൊമ്പരങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, വ്യസനങ്ങളുണ്ട്, കടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, അങ്ങനെ തുടങ്ങി പ്രയാസ പ്രതിസന്ധികളുടെ വലിയൊരു കൂമ്പാരമാണ് നമ്മുടെ ജീവിതം, ഇല്ലേ? എപ്പോഴും സന്തോഷമില്ല ഉണ്ടോ? ഇല്ല. സന്തോഷമുണ്ടോ? ഒരു സങ്കടം നമ്മുടെ ജീവിതത്തിൽ വരും. രോഗങ്ങളില്ലാത്തവരാരുമില്ല നമ്മുടെ വീട്ടിൽ. അങ്ങനെ പ്രയാസ പ്രതിസന്ധികൾ അള്ളാന്റെ പരീക്ഷണമാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അദ്ദുനിയാ സിജ്നുൽ മുഅ്മിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് ഏതൊരു മനുഷ്യൻ കൽബിൽ അടിയുറച്ച് പറഞ്ഞിട്ടുണ്ടോ ആ മനുഷ്യൻ അല്ലാഹ് പരീക്ഷണം കൊടുക്കുമെന്ന് ഉറപ്പാണ്, രോഗം കൊടുക്കുമെന്ന് ഉറപ്പാണ്. രോഗം അത് നമ്മുടെ പാപങ്ങളെ കുറയ്ക്കാൻ, പാപങ്ങളെ മായ്ക്കാൻ, തെറ്റുകൾ നന്മകൾ എഴുതാൻ കാരണമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു തലവേദന പോലും എനിക്ക് വന്നിട്ടില്ല. ഒരു തലവേദന പോലും, ഒരു മുട്ടുവേദന വരുമ്പോഴും തലവേദന വരുമ്പോഴും കുറ്റം പറയുന്നവർ കേട്ടോ, നബി തങ്ങളുടെ ഹളറത്തിൽ വന്നിട്ട് പറഞ്ഞു, നബി, എനിക്കൊരു തലവേദന വരെ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. ആ മനുഷ്യൻ തിരിച്ചുപോയി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിച്ചു, സ്വഹാബ, നരകത്തിന്റെ അവകാശം ഞാൻ കാണിച്ചു തരട്ടെയോ? നരകത്തിന്റെ അവകാശം ഞാൻ കാണിച്ചു തരട്ടെയോ? സ്വഹാബത്ത് പേടിച്ചുപോയി. കാരണം ആരെങ്കിലും ചൂട്ടി നിബിതങ്ങൾ നരകം എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? നിബിതങ്ങൾ തമാശയ്ക്ക് പോലും കളവ് പറയാറില്ല. പക്ഷെ നിബിതങ്ങൾ ചോദിച്ചാൽ മറുപടി പറയണമല്ലോ. അവർ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, കാണിക്കും നബിയെ. എന്നിട്ട് സ്വഹാബത്ത് പലരും തല കുനിച്ചു പിടിച്ചു എന്നാണ്. കാരണം ആരെങ്കിലും ചൂണ്ടിയിട്ട് നിബിതങ്ങൾ അങ്ങനെ പറഞ്ഞാലോ? അങ്ങനെ പറയൂലേ? സ്വഹാബത്തിന്റെ ആകുലതയാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ പോയ മനുഷ്യൻ നരകത്തില. അള്ളാഹു ഒരു തലവേദന പോലും മനുഷ്യന് കൊടുത്തിട്ടില്ല. അവന്റെ തിന്മകൾ അധികരിച്ചിരിക്കുന്നു, നന്മകൾ കൂടിയിട്ടില്ല. അതുകൊണ്ട് ആ മനുഷ്യൻ നരകത്തിലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വരും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ഇന്ന മഅൽ ഉസ്രി യുസ്റാ. എപ്പോഴും സന്തോഷം ഉണ്ടാവില്ല. ഒരു സങ്കടം ഉണ്ടോ? ഒരു സന്തോഷം ഉണ്ടാവും. പക്ഷെ ആ സങ്കടങ്ങളിലും പ്രതിസന്ധികളിലും നമ്മൾ ക്ഷമിക്കൽ ഈമാനാണ്. അള്ളാഹ് ആരോടൊപ്പമാണ്? നിസ്കരിക്കുന്നവരോടൊപ്പമോ നോമ്പെടുക്കുന്നവരോട് സ്വതക്ക കൊടുക്കുന്നവരോടൊപ്പമൊന്നുമില്ല. അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, അള്ളാഹ് ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അള്ളാഹു നമുക്കൊരു പ്രയാസം തന്നാൽ, ഒരു ബുദ്ധിമുട്ട് തന്നാൽ, ഒരു ആപലാതി തന്നാൽ, ആ സങ്കടങ്ങളിലും നൊമ്പരങ്ങളിലും നമ്മൾ ക്ഷമിക്കണം. എൻ്റെ ഈ പരിശുദ്ധമായ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ നമ്മൾ കമന്റ് ഒന്ന് പരിശോധിച്ചാൽ 100 കണക്കിന് പരിഭവങ്ങൾ, സങ്കടങ്ങൾ, നൊമ്പരങ്ങൾ കേൾക്കാം. എന്തിന്റെ പേരില്ല? ഒരു ദുആ കൊണ്ടെങ്കിലും ഉസ്താദ് നിങ്ങൾ ദുആ ചെയ്യും, ആ ദുആ കൊണ്ട് എന്റെ കാര്യങ്ങൾ മാറിയാലോ? നല്ലതാണ്. അപ്പൊ പ്രാർത്ഥന നമ്മുടെ ഏറ്റവും വലിയ വജ്രായുധം പ്രാർത്ഥനയാണ്. അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. ഒരു വിശ്വാസിയുടെ, ഒരു വിശ്വാസിനിയുടെ ഏറ്റവും വലിയ പിടിവള്ളി പ്രാർത്ഥനയാണ്. പ്രാർത്ഥനക്കപ്പുറം ഒന്നിനും തട്ടിക്കളയാൻ പറ്റൂല, ഒന്നും തട്ടിക്കളയാൻ പറ്റൂല. അള്ളാഹുവിനോട് നമ്മൾ പൊട്ടിത്തകർന്ന മാനസത്തോടെ നമ്മളൊരാളെ കുറ്റം പറഞ്ഞു, ഒരാൾ കളിയാക്കി, ഒരാൾ പരിഹസിച്ചു, ഒന്നുമില്ല. റബ്ബിനോട് നിങ്ങൾ പരാതി പറഞ്ഞ് ഒരിക്കലും അല്ലാഹ് നമ്മളെ കൈവിടൂല. ആര് കൈവിട്ടാൽ റബ്ബ് നമ്മളെ കൈവിടൂല. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മളൊരു ദുആ പഠിക്കാം. ഈ ദുആ എന്ന് പറഞ്ഞാൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം വന്നാൽ, ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു ചിന്ത നമുക്ക് വന്നാൽ, വലിയ പ്രയാസങ്ങളൊന്നുമില്ല, ചെറിയ ബുദ്ധിമുട്ടാണ്, ആ സമയം പോലും നമുക്ക് സുരക്ഷയുണ്ടാകാൻ, കണ്ണ് അടച്ച് തുറക്കുന്ന സമയം പോലും റബ്ബ് നമ്മുടെ കാര്യം നമ്മളെ കേൾപ്പിക്കാതിരിക്കട്ടെ എന്ന് ദുആലൊക്കെ മുൻഗാമികൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തേ കാരണം? ഈ കണ്ണടച്ച് തുറക്കുന്ന സമയം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ആ സമയം നമ്മുടെ കാര്യങ്ങൾ നമ്മിലേക്ക് ഏൽപ്പിച്ചാൽ നമ്മളെ കൊണ്ട് പറ്റൂല. റബ്ബാണ് ചെയ്യുന്നവൻ, ആ റബ്ബ് തന്നെ അത് ചെയ്യട്ടെ. അങ്ങനെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ചെയ്യുന്ന കാര്യങ്ങൾ ആ റബ്ബ് തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ഞാൻ ഈ പറയാൻ പോകുന്ന ദുആ ഒരു മനുഷ്യൻ പതിവാക്കിയ, എത്രയും ചൊല്ലാൻ പറ്റുമോ അത്രയും നിങ്ങൾ അധികരിപ്പിച്ചാൽ ഉറപ്പാണ് റബ്ബ് നിങ്ങളെ ഏറ്റെടുക്കുമെന്നാണ്. അല്ലാഹ് ഏറ്റെടുത്ത നബി തങ്ങൾ പറഞ്ഞെന്താ? അവൻ പിടിക്കുന്ന കൈ റബ്ബാണ്, അവൻ നടക്കുന്ന കാല് റബ്ബാണ്, അവൻ നോക്കുന്ന നോട്ടം റബ്ബാണ്, അവന്റെ ചിന്തക്ക് റബ്ബാണ്. അല്ലാഹ് 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 എന്ന ചിന്തയാണ്. ഈ പ്രാർത്ഥന അധികരിപ്പിച്ചാൽ കൽബ് നിറച്ച് റബ്ബാകും, കൽബ് നിറച്ച് മുത്തുനബിയാകുമെന്ന് ഹബീബുനാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് ആ പ്രാർത്ഥന? പ്രിയമുള്ളവരെ ശ്രദ്ധയോടെ കേട്ടോളി. അതാണ് സ്ക്രീനിൽ കാണുന്നത്. അൽഹംദുലില്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഏതാണ് പ്രാർത്ഥന? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ
ഒന്നുകൂടി കേട്ടോ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. എന്താണ് അർത്ഥം? യാ ഹയ്യു എന്നും ജീവിച്ചിരിക്കുന്ന റബ്ബേ, യാ ഖയ്യൂം ശക്തവാനായ റബ്ബേ, നീയാണ് എല്ലാത്തിനും കരുണയുടയവൻ, നീയാണ് എല്ലാത്തിനും കഴിവുടയവൻ. പടച്ചവനെ ബിറഹ്മതിക അസ്തഗീസ്, നിന്നോട് നിന്റെ കാരുണ്യം കൊണ്ട് ഞാൻ ചോദിക്കാണ് പടച്ചവനെ, നിന്റെ കരുണയുടെ വിശാലത കൊണ്ട് നിന്നോട് ഞാൻ പൊട്ടി തകർന്ന ഹൃദയത്തോടെ ചോദിക്കാണ്. അസ്ലിഹ് ലീ ശഅനി കുല്ലഹു, പടച്ചവനെ എന്റെ മുഴുവൻ കാര്യങ്ങളും നീ നന്നാക്കി തരണേ അല്ലാ, മുഴുവൻ കാര്യങ്ങളും നീ നന്നാക്കി തരണേ അല്ലാ. എന്നിട്ടോ വലാ തകിൽനി, പടച്ചവനെ ഇനി ഏൽപ്പിച്ചു തരരുത്, എന്നെ നീ ഏൽപ്പിക്കരുത്. ഇലാ നഫ്സി, എന്റെ ശരീരത്തിലേക്ക് എന്റെ കാര്യങ്ങൾ നീ ഏൽപ്പിക്കരുത്. തുർഫത ഐൻ, കണ്ണ് അടച്ചു തുറക്കുന്ന വേഗത പോലും, ആ സമയം പോലും എന്നിലേക്ക് നീ കാര്യങ്ങൾ ഏൽപ്പിക്കല്ലേ പടച്ചവനെ എന്ന് നിങ്ങൾ ദുആ. ഈ ദുആ ഒരു മനുഷ്യൻ അധികരിപ്പിച്ചാൽ അവന് കിട്ടുന്ന നേട്ടം അവന്റെ പിടിവള്ളി റബ്ബാവും, അവന്റെ ഖൽബ് നിറച്ച് അള്ളയാകും, തെറ്റിൽ നിന്ന് അവൻ ഒഴിവാകും, അള്ളാഹു അവനെ സഹായിക്കും, അവൻ അറിയാത്ത മാർഗത്തിലൂടെ റബ്ബിന്റെ സഹായം ഉണ്ടാകും, ഈമാനോടുകൂടി അല്ലാതെ മരണപ്പെടൂല, ഇബാദത്തിൽ മാധുര്യമുണ്ടാകും, അവന് സ്വർഗ്ഗം ഉറപ്പാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് പിടിക്കണം. വലിയ എളുപ്പമല്ലേ? യാ ഹയ്യ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. അവിടെ ദുആരക്കുമ്പോൾ നമ്മൾ 5 വഖ്ത് നിസ്കാര ശേഷം ഇത് ചൊല്ലാം, യാസീൻ ഓതിയിട്ട് ദുആരക്കാം, തഹജ്ജുദ് കഴിഞ്ഞ ദുആരക്കാം. റബ്ബ് നമ്മുടെ കാര്യം ഏറ്റെടുക്കാൻ വേണ്ടിയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥനകളിലൂടെയൊക്കെയാണ് നമുക്ക് വിജയിക്കാൻ കഴിയുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്കായി അൽഹംദുലില്ലാ നിങ്ങൾ ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പുതിയ ഒരു അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അൽഹംദുലില്ലാ, ഓരോ പ്രാർത്ഥനകളിലൂടെയും ദിക്റുകളിലൂടെ മജ്ലിസ് പോവാണ്. നിങ്ങൾക്ക് മജ്ലിസ് ഉപകാരപ്രദമല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ, എല്ലാ ദിവസവും രാവിലെ സുബഹി കഴിഞ്ഞ് ഇതുപോലെ ഒരു പഠന വിഷയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മഗ്രിബിന് തൊട്ട് മുമ്പ് ദിക്റും ദുആയും സ്വലാത്തുകളുമായി അൽഹംദുലില്ലാ നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ബദറിൻ തീരം എന്നൊരു ചാനലുണ്ട്. ആ ചാനലിൽ രാത്രി 9 മണിക്കാവുമ്പോൾ ഓൺലൈനിലൂടെ ലൈവായി അൽഹംദുലില്ലാ തിബ്ബുസ്സലാത്തും ഹദ്ദാദ് റാത്തീബും അസ്മാഉൽ ഹുസ്നയും അസ്മാഉൽ ബദറൊക്കെ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനാ സദസ്സ്, മഹാന്മാരുടെ ചരിത്രം പാടിയും പറഞ്ഞ് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ആയിരങ്ങൾ ആമീൻ പറയുന്ന പ്രാർത്ഥനാ സദസ്സാണ്. 9 മണിക്ക് തുടങ്ങി 10:30 അവസാനിക്കുന്ന ഒരു മജ്ലിസ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പുതിയൊരു സംരംഭമാണ് ബദറിൻ തീരം ചരിത്ര കഥകൾ എന്നൊരു പുതിയ ചാനൽ. അതിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥകൾ, മഹാന്മാരുടെ കഥകൾ, മഹദികളുടെ കഥകൾ, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന നമ്മുടെ മക്കളെയൊക്കെ കേൾപ്പിക്കാൻ കഴിയുന്ന അൽഹംദുലില്ലാ സുന്ദരമായ ഒരു കഥ ആവിഷ്കാരമാണ് അതിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ 3 ചാനലും നിങ്ങൾ ചേർത്തു പിടിക്കണം. അത് സബ്സ്ക്രൈബ് ചെയ്യുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളൊക്കെയും അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ, ഒരുപാട് ആളുകൾ ഈ ലൈവിലൂടെ, ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലിലൂടെയും ബദറൻ തീരത്തിലൂടെയും ബദറൻ തീരം ചരിത്ര കഥകളിലൂടെയും അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ കമന്റിലൂടെ എഴുതിയറിയിക്കുന്ന അവരുടെ സങ്കടങ്ങൾ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും ബറക്കത്തിലാക്കി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ വിഷമങ്ങളും വ്യതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥന യാ ഹയ്യ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് അസ്ലിഹ് ലീ ശഅനി കുല്ലഹു വലാ തകിൽനി ഇലാ നഫ്സി തുർഫത ഐൻ. ഇത് ഒരുപാട് മഹാന്മാർ ചൊല്ലിയതാണ്, അവർ അനുഭവിച്ചതാണ്, അവർ ഒരുപാട് മഹത്വം മനസ്സിലാക്കിയതാണ്, നമ്മുടെ ഖൽബിലേക്ക് നമുക്ക് പറഞ്ഞു തന്നതാണ്. ഉറപ്പായും ഇത് നമ്മുടെ വലിയൊരു പിടിവള്ളിയായി, നമ്മുടെ കൂട്ടുകാരനായി നമ്മളിത് ചേർത്തു പിടിച്ചാൽ അള്ളാഹു അറിയാത്ത മാർഗത്തിലൂടെ നമ്മളെ സഹായിക്കും. നമ്മളെ പിന്നെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ശത്രുക്കളൊക്കെ അള്ളാഹു നോക്കിക്കോളും, നമ്മൾ കൈകാര്യം ചെയ്യേണ്ട. ഇതൊരു വലിയ പിടിവള്ളിയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ, മജ്ലിസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, സദസ്സിനെ പറ്റി, അറിവിനെ പറ്റി, ഈ ചാനലിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരുപാട് ആൾ കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും മറുപടി നൽകുന്നുണ്ട്, കാണുന്നുണ്ട് കമന്റുകളൊക്കെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയ്യത്തോടെ പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.